ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ബിരിയാണിയാണ്. ആദ്യമായി അരി കുതിർക്കാൻ വെക്കുക. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, വേപ്പില, തക്കാളി ഇവ അരിഞ്ഞു വെക്കുക. ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കുക. അതിലേക്ക് കുറച്ച് സവാള ഇടുക. അത് നന്നായി ഇളക്കി ബ്രൗൺ കളറായതിനു ശേഷം കോരി മാറ്റുക. ചിക്കൻ കഴുകിയെടുത്തതിനു ശേഷം ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. അടുത്ത പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇടുക. ലേശം ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിനുശേഷം പച്ചമുളക്, വേപ്പില, തക്കാളി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ മസാലപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. വറുത്ത് കോരിയ ചിക്കൻ ഇട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറച്ച് മല്ലിയില ചേർത്ത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. കറി വറ്റി വരുമ്പോൾ ഇറക്കി വെക്കുക. വലിയ പാത്രം വെക്കുക. അതിലേക്ക് അരി വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും 4 കഷ്ണം പട്ടയും 8 കഷ്ണം കറിയാമ്പും 2 ഏലക്കയും ബേ ലീഫ് 2 കഷ്ണം തക്കോലം എന്നിവ അതിലേക്ക് ഇടുക. കുറച്ച് ക്യാരറ്റ് ചെറുതായി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് അതിലിടുക. അരമുറി നാരങ്ങാനീര് അതിൽ പിഴിഞ്ഞൊഴിക്കുക. അരി വെന്ത് വരുമ്പോൾ വെള്ളം കളഞ്ഞ് കോരി മാറ്റി വെക്കുക. ബിരിയാണി ചെമ്പ് അടുപ്പിൽ വെക്കുക. അതിലേക്ക് ചിക്കൻ കറി റെഡിയാക്കിയത് ഇടുക. അതിന് പുറമെ കുറച്ച് ബിരിയാണി റൈസ് വിതറുക. അതിന് പുറമെ വറുത്ത് വെച്ച സവാള, വേപ്പില, മല്ലിയില, കിസ്മസ്, അണ്ടിപ്പരിപ്പ് എന്നിവ കുറച്ച് വിതറുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യും ചിക്കൻ വറുത്ത എണ്ണയും കൂടി ഇതിന് മുകളിലേക്ക് ഇടുക. അതേപോലെ തന്നെ പിന്നെയും റൈസ് ഇടുക. തുടർച്ചയായി ഇത് പിന്നെയും ആവർത്തിക്കുക. അതിനുശേഷം 5 മിനിറ്റ് സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ട് മൂടി വയ്ക്കുക. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എസൻസ് ഇല്ലാത്ത വളരെ രുചികരമായ ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.